കുടുംബങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു ഹ്രസ്വ നാടകം സ്കറിയാക്കറിയാന്ന് മറിയാക്കറിയാം. വെൽക്കം റയാൻ ബിബി, സിയോൺ സെവിൻ, അനാമിക മനു, അന്ന ട്രിസ ബെന്നി, ലിയോൺ ലാലു, കെസിയ വിനു, ഏഞ്ചൽ ജെയിംസ്, ജൂവൽ ജോബി, ജോസ്കോ ജോസഫ്, ബിൽജിത് ബിബിൻ, സ്നേഹ ടിൻസ്, ഡോണ ജോയിസ്, ആൽഫിയ മരിയ സുനീഷ് ആൻഡ് ആശ്ലീഷ് ജോസുഗവാസ്. കുട്ടന്മാരെ പോലുള്ള നാല് സ്നേഹവാത്സല്യത്തോടെ കൈ വളരുന്നു കാൽ വളരുന്നു എന്ന് നോക്കി ഞങ്ങൾ അവരെ വളർത്തി. ആവശ്യത്തിന് വിദ്യാഭ്യാസം നൽകി നല്ല ജോലിക്കാരുമാക്കി. മൂത്ത മകൻ അപ്പച്ചൻകുട്ടി, രണ്ടാമത്തെ മകൻ വർഗീസ് കുട്ടി, മൂന്നാമൻ ജോസ് കുട്ടി, നാലാമത്തെ മകൻ ദൈവവിളി കേട്ട് പോയി. അവന്റെ പേര് തോമസ് കുട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വഞ്ചികനുമായി. അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഒരു ദിവസം അത് സംഭവിച്ചു. എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഒരിക്കൽ സ്നേഹം കൊടുക്കാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ? അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കിയോ നിങ്ങൾ? മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നുകൊണ്ട് ഒരു തീരുമാനമാകില്ല. എന്ത് പറഞ്ഞാൽ അനുസരിക്കാൻ ഞാൻ ഒരുക്കണല്ലോ. ഞങ്ങളും അതിൽ തന്നെയാണ് വന്നേക്കണത്. ഞങ്ങളും അതിൽ തന്നെയല്ലേ വന്നത്. നിങ്ങൾ 3 പേരുണ്ടല്ലോ, 10 ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയെ നോക്കിയ പ്രശ്നം തീർന്നില്ലേ? ശരി, സമ്മതിച്ച്. വാ അപ്പച്ച, അമ്മച്ചി വാ, എന്റെ വീട്ടിലേക്ക് പോവാ. എന്ത് വേണം? എന്തെങ്കിലും വായിക്കാനാ. പിന്നെ വായിച്ചു പിടിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ? അവിടെ എല്ലായിടത്തും പോയി അടങ്ങി വന്നിരിക്കപ്പ. ഒരു വായനക്കാരൻ വന്നിരിക്കുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. നാളെ വരാം. വേണ്ട, നീ കുറച്ച് ദിവസം അവധി എടുത്തോ. അല്ല, ഈ മുതുക്കലും മുതുക്കി മുന്നിക്കാക്ക് തിരിക്കാന. അകത്തോട്ട് വാ, 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയൽ കാണണം. എന്തോ ജീവിതത്തില് ഒരുപാട് സന്തോഷിച്ചവരാണ് ഞാൻ. നിന്റെയും എന്റെയും ഈ ജീവിതത്തിനിടയില് നക്ഷത്രങ്ങളായി പേരിലേക്ക് നന്മകളായിരുന്നു നമ്മുടെ പൊന്നോമകൾ. ആ മക്കള് ആവതില്ലാത്ത കാലം വന്നപ്പോ പുറങ്കാലിന് തുറക്കുക, മുഖത്ത് കാവൽ തുപ്പുക. സഹിക്കുക, ഒന്ന് വിളിച്ചു പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. വിരുന്നുകാരനെ ഒടിക്കാൻ ഭാര്യയും ഭർത്താവും വഴക്കിട്ട കഥ. മക്കളെ കണ്ടും മാന്നു കണ്ടും ഒരിക്കരുതെന്നാ കാരണവന്മാര് പറയണത്. എന്റെ കയ്യിൽ മഴ പിടിച്ചു. ജീവിതാന്തം വരെ ഒരു പടിയായി താനും തകരുമായി ഞാനും കൂടെ 4 മക്കൾ കണ്ണു ചിരിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വയ്യടി. വേഗം നടന്നോടി, വേഗം നടന്നോ. സൂര്യന്റെ ദുഃഖം വിട പറയുമ്പോ അറിയുമ്പോ ഇങ്ങനെ വലിയ കെട്ടി അടഞ്ഞ
ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും. ഡേർട്ടി ഫെല്ലോസ്. മോളെ, അപ്പന് മാറാരോഗമൊന്നുമില്ല. സാധാരണ ചുമയാ. അത് മാറിക്കൊള്ളും. മാറിക്കോളും. കുഴിയിൽ വെക്കണം. അവർ കാണണ്ട കയറിപ്പോ. എന്താടാ, ഞങ്ങളെ അവര് കണ്ടാൽ കുറച്ചിലാണോ നിനക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം, അവർ വലിയ ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നിനക്കത് മറുപടി പറയാൻ പറ്റൂല. അവരെന്താടാ, മനുഷ്യന്മാരല്ലേ? അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ? ഓ, ഇതാ കുഴപ്പം. വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് അപ്പ വന്ന് അകത്തേക്ക് കയറിപ്പോ. ആരാ പോയത്? അപ്പനമ്മ? ചേച്ചി അല്ലല്ല, അത് ഇവിടുത്തെ സാമാന്യന്റെ അപ്പനമ്മയല്ലേ. എന്റെ ഡാഡിയും മമ്മി അമേരിക്കയിലാ. ദ്രോഹി. സ്വന്തം അപ്പനെ അമ്മയും ജീവനോടെ കലറി കിടക്കാൻ കൊതി കൊണ്ട് നിൽക്കുന്ന മൃഗമേ. സ്നേഹമെന്ന് പറഞ്ഞാലെന്താ? ഇത് കണ്ടോ നീ? ഇടനെഞ്ചിന്റെ കോളിൽ മായ്ക്കാനാവാത്ത വിധം കോറിയിട്ടൊരു സത്യ. നീയൊക്കെ ജനിച്ച് വീണന്ന് തൊട്ട് ഇന്നു വരെ നിങ്ങൾക്ക് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി നിന്ന് നിർത്തി കൊണ്ടിട്ടുണ്ട്. ഇത് കണ്ടോടാ നിന്റെ പെറ്റത്തള്ള. ഈ കണ്ണീരോട് കൊടുക്കുന്നത് കണ്ണീരല്ല, ചോരയാ ചോര. 10 മാസം ചുമന്നും നൊന്ത് പറ്റി വലിച്ചാണല്ലോടാ മൃഗമേ നീ ചവിട്ടിയത്. ഇനി ഞങ്ങളിവിടെ നിന്നാ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ എന്താ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. വായുന്നറിയാമോ? വാ പോകാൻ നമുക്ക്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും. അപ്പച്ചി അമ്മച്ചി ഈ ചായ കുടിക്കും. എന്ത് പറ്റിയെന്തോ എന്ന് ആരെയും കണ്ടില്ല. ഞങ്ങള് രാവിലെ മുതൽ പള്ളിമുറ്റത്തിരിക്കുന്നതാ. ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരെ ഒന്ന് പോയി. ഉച്ചയ്ക്ക് വരെ കഴിച്ചോ? എന്ന് ചോദിച്ചാ ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവമേ, രാവിലെ മുതൽ കുട്ടിയിലായിരുന്നു. നിങ്ങളെല്ലാവരും എല്ലാം സംബന്ധിച്ച് പോയതല്ലേ? എന്നിട്ടല്ല അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്നത്. ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം കൃത്യമായി നോക്കിയതാണ്. ഇന്ന് എന്റെ ദിവസമല്ല. ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം നോക്കി. ഇന്ന് എന്റെ ദിവസമല്ല. ഇന്ന് എന്റെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയണത്. കഴിഞ്ഞ 10 ദിവസം എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് എന്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആർക്കും വേണ്ടാത്ത അനാഥരാണ്. അപ്പനെയും അമ്മയെയും 10 ദിവസം നോക്കാൻ വീതിച്ചപ്പോ ഈ 31-ാം തീയതി മറന്നു. കഷ്ടം. നീ വിഷമിക്കണ്ട മോനെ. നീ വിചാരിച്ച ഞങ്ങളെ അനാഥാലയത്തിലൊക്കെ കഴിയില്ലേ? എന്റെ ചേട്ടന്മാർക്കറിയോ, ഈ അപ്പച്ചനെ അമ്മച്ചിനെയും കണ്ണീരിന്റെ വരാൻ ഒരിക്കൽ നിങ്ങൾ ഈ കണ്ണീരിന്റെ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, നിങ്ങൾ പ്രായമാണ്. എന്നെങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തോമസ് കുട്ടി, അവരെ വഴക്ക് പറയണ്ട. അവരുടെ മനസ്സ് വിഷമിക്കും. വാ നമുക്ക് പോകാം. അപ്പച്ചനമ്മച്ചി അനാഥാലയത്തിലൊന്നും പോകണ്ട. എന്റെ വീട്ടിലേക്ക് പോയി. എന്തിന്? നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പൂട്ടാൻ, അതോ വേലക്കാരിയെ പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാൻ, അത് കിട്ടിയത് പോലെ എന്ന് പറഞ്ഞ് കഴുത്തിൽ പിടിച്ച് ഞെക്കാൻ വളർത്തുമുഖത്തോട് കാണിക്കുന്ന കാരുണ്യമെങ്കിലും കാണിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് ഒരു? വേണ്ട മോനെ, വേണ്ട. ഒന്നും പറയണ്ട. ഇവിടെ കൂടെ ഞങ്ങളെ വിടല്ലേ. എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്നൊരു ആക്ട് ഉണ്ട്. അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാതയിൽ കിടന്ന് നരുന്നു ശിക്ഷയും കിട്ടും. വേണ്ട മോനെ, വേണ്ട. കേസ് കൊടുത്തു നേടേണ്ടതല്ല ഈ സ്നേഹവും സംരക്ഷണവും. ഈ തിരിച്ചറിവ് എന്റെ സഹോദരന്മാർക്ക് ഇല്ലാതെ പോയല്ലോ. ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത്. അവരോട് ദൈവം ചോദിച്ചോളൂ. വാ, നമുക്ക് പോകാം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ. അതിനാൽ സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ,
സൗഹൃദത്തിന്റെ സന്മാതൃകകൾ പകരാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരന് ഇടമുണ്ടാകട്ടെ. അപ്പോൾ നാളെയുടെ പ്രതീക്ഷകളാകുന്ന ഇളം തലമുറയെ ലോകത്തിന് സമ്മാനിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് നന്ദി, നമസ്കാരം. വാർദ്ധക്യത്തിലെത്തി